നമസ്കാരം, ഹൈപ്രബ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം. ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന്റെ സുവോളജിയിൽ വരുന്ന കുറച്ച് PYQs ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേഗം ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് എൻസൈംസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ അൺവൈൻഡിങ് ദ DNA ഡബിൾ ഹെലിക്സ് ഡ്യൂറിംഗ് റെപ്ലിക്കേഷൻ? വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. റെപ്ലിക്കേഷൻ, DNA റെപ്ലിക്കേഷന്റെ സമയത്ത് DNA ഡബിൾ ഹെലിക്സിനെ അൺവൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതാണ് എന്നാണ് ചോദ്യം. ഒന്ന് ഓപ്ഷൻസിലേക്ക് പോവാം. DNA പോളിമറേസ്, ഓപ്ഷൻ ബി DNA ലിഗേസ്, ഓപ്ഷൻ സി ഹെലിക്കേസ്, ഓപ്ഷൻ ഡി RNA പോളിമറേസ്. ഏതാണ്? എളുപ്പമല്ലേ? വളരെ എളുപ്പമാണ്. നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഡബിൾ ഹെലിക്സിനെ അൺവൈൻഡ് ചെയ്യുന്ന എൻസൈം ഏതാണ്. അപ്പൊ അതുപോലെ തന്നെയല്ലേ അതിന്റെ എൻസൈമിന്റെ പേരും ഹെലിക്കേസ് അല്ലെ. ഹെലിക്കേസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഡബിൾ ഹെലിക്സിനെ അൺവൈൻഡ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് ഹെലിക്കേസ് ആണ്. ആ ഒരു പേര് വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ബാക്കി ഓപ്ഷനിൽ തന്നേക്കുന്ന എൻസൈമുകളുടെ ഫംഗ്ഷനും കൂടി നമുക്കൊന്ന് നോക്കി പോവാം. നോക്കിയേ, ഫസ്റ്റ് കൊടുത്തേക്കുന്ന ഓപ്ഷൻ DNA പോളിമറേസ് ആയിരുന്നു അല്ലെ. DNA പോളിമറേസ് എന്തിനാ? DNA പോളിമറേസിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? നമ്മുടെ റെപ്ലിക്കേഷനിൽ ഒന്ന് ഓർത്ത് നോക്കിയേ. DNA പോളിമറേസ് എന്തിനായിരുന്നു? DNA പോളിമറേസ് ഹാവ് എന്താ 3' to 5' പോളിമറൈസേഷൻ ആണോ അതോ 5' to 3' ആണോ? 5' to 3' പോളിമറൈസേഷൻ റിയാക്ഷൻ നടത്തുന്നത് DNA പോളിമറേസ് ആണ് അല്ലെ. അതായത് നമ്മുടെ 3' OH അല്ലെ, 3' OH എന്താണ് അല്ലെ. 3' OH എന്താ DNTPസിനെ ആഡ് ചെയ്യുന്നത് DNA പോളിമറേസ് ആണ്. അതായത് ആ ചെയിൻ നീട്ടി ലെങ്തി ആയിട്ട് കൊണ്ടുപോകുന്നത് DNA പോളിമറേസ് ആണ്. ഗ്രോയിങ് സ്ട്രാൻഡിലേക്ക് പുതിയ DNTPസിനെ ആഡ് ചെയ്യുന്നത് DNA പോളിമറേസ് ആണ് അല്ലെ. റെപ്ലിക്കേഷൻ പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലോ അല്ലെ. റെപ്ലിക്കേഷൻ ഓർക്കുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. എന്നിട്ട് ഈ DNA പോളിമറേസും ലിഗേസും ഒക്കെ കേൾക്കുമ്പോൾ ഓർമ്മ വരും കേട്ടോ. ദെൻ അടുത്ത DNA ലിഗേസ് എന്തിനായിരുന്നു? റെപ്ലിക്കേഷനിലെ DNA ലിഗേസിന്റെ ഫംഗ്ഷൻ എന്താ? DNA ലിഗേസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഗ്ലൂ ആണ് അല്ലെ. ജി വരുന്ന ലിഗേസ് മീൻസ് ഗ്ലൂ ആണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ? ജോയിൻ ചെയ്യാനായിട്ട്, DNA സ്ട്രാൻഡ്സിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻസൈം ആണ് DNA ലിഗേസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് അവർ ജോയിൻ ചെയ്യുന്നത്? ജസ്റ്റ് ജോയിനിങ് എന്ന് മനസ്സിലാക്കി വെക്കുക. അവിടെ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് ഫോം ചെയ്തിട്ടാണ് അവർ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? എന്താ ഫോം ചെയ്യുന്നത്? ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്. മറക്കരുത് കേട്ടോ. ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് ഫോം ചെയ്തിട്ടാണ് DNA ലിഗേസ് DNA സ്ട്രാൻഡിനെ ജോയിൻ ചെയ്യിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഹെലിക്കേസ് നമ്മൾ പറഞ്ഞു DNA ഡബിൾ ഹെലിക്സിനെ അൺവൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാരാ? ഹെലിക്കേസ് ആണ്. ഇനി RNA പോളിമറേസ് എന്താ ചെയ്യുന്നത്? RNA പോളിമറേസ് എപ്പോഴും നമ്മൾ ഇപ്പൊ പറഞ്ഞത് DNA പോളിമറേസിന്റെ കാര്യമാണ് ആദ്യം പറഞ്ഞത് അല്ലെ. DNA പോളിമറേസ് വരുന്നത് റെപ്ലിക്കേഷനിലാണ്. റെപ്ലിക്കേഷൻ മീൻസ് DNAയിൽ നിന്ന് DNA തന്നെ ഉണ്ടാക്കുന്ന പ്രോസസ് ആണ് റെപ്ലിക്കേഷൻ എന്ന് പറയാം. പക്ഷെ RNA പോളിമറേസ് എന്തിനായിരിക്കും ഉണ്ടാക്കുക? എന്തിനായിരിക്കും ഫംഗ്ഷൻ ചെയ്യുക? ഏത് പ്രോസസ്സിലായിരിക്കും? നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ. ഓർക്കുന്നുണ്ടോ? റെപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒക്കെ ഓർക്കുന്നുണ്ടോ? അപ്പൊ RNA പോളിമറേസ് വരുന്നത് ട്രാൻസ്ക്രിപ്ഷനിലാണ്. ട്രാൻസ്ക്രിപ്ഷൻ എന്താ? DNA നിന്ന് RNA അല്ലെങ്കിൽ mRNA ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ് ആണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുക അല്ലെ. അപ്പൊ DNA ഡിപ്പെൻഡ് ചെയ്ത് RNA mRNA ഉണ്ടാക്കിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾ ആരാ? RNA പോളിമറേസ് ആണ്. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒക്കെ ഒന്ന് നോക്കുക കേട്ടോ, റഫായിട്ട്. എന്നിട്ട് തിരിച്ചു വരാം. അപ്പൊ RNA പോളിമറേസ് ട്രാൻസ്ക്രിപ്ഷനിലാണ്. അതെന്തിനു വേണ്ടിയിട്ട്? DNA യിൽ നിന്ന് ആരെ ഉണ്ടാക്കാനാ? mRNA ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ആണ് RNA പോളിമറേസ് എന്ന് പറയുന്നത്. അപ്പൊ DNA പോളിമറേസ് ഏതിലാ വരുന്നത്? റെപ്ലിക്കേഷനിലും. RNA പോളിമറേസ് വരുന്നത് ട്രാൻസ്ക്രിപ്ഷനിലുമാണ്. മറക്കരുത് കേട്ടോ. അവർ രണ്ടുപേരും എന്താ ചെയ്യുന്നത്? DNA പോളിമറേസ് DNTPസിനെ 3' OH ആഡ് ചെയ്യുന്നു. RNA പോളിമറേസ് എവിടെ ഏതിലേക്കാ? RNA സ്ട്രാൻഡിലേക്ക് അല്ലെ. RNA സ്ട്രാൻഡ് ഗ്രോയിങ് സ്ട്രാൻഡിലേക്ക് RNTPസിനെ ആഡ് ചെയ്യുന്നു. ഏത് എൻഡിലാ? 3' OH തന്നെ. ഓക്കെ അല്ലേ?
രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡബിൾ ഹെലിക്സിനെ അൺവൈൻഡ് ചെയ്യാൻ, DNA ഡബിൾ ഹെലിക്സിനെ അൺവൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതെന്നായിരുന്നു? അത് ഹെലിക്കേസ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ബാക്കിയുള്ളവരുടെ ഫംഗ്ഷനും കൂടി കിട്ടിയല്ലോ അല്ലെ? ഇനി അങ്ങോട്ട് ഇതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഇസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് 5' cap and poly A tail in eukaryotic mRNA? എന്താണ് യൂക്കാരിയോട്ടിക് mRNA? DNA അല്ല, യൂക്കാരിയോട്ടിക് mRNA-യില് എന്താ, എന്തിനു വേണ്ടിയിട്ടാ 5' ക്യാപ്പും പോളി എ ടെയിൽ, അത് 3' എൻഡിലോ അല്ലെ, പോളി എ ടെയിലും ആഡ് ചെയ്യുന്നത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താ, mRNA ഫോം ചെയ്തതിന് ശേഷം പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു 3-4 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യമാണ് 5' ക്യാപ്പ് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ എൻഡിൽ പോളി എ ടെയിൽ ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാ? നോക്കി ഓപ്ഷൻസിലേക്ക് പോവാം നമുക്ക്. ഓപ്ഷൻ എ റിമൂവ് ഇൻട്രോൺസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ് ആണോ? അതോ ബി പ്രൊമോട്ട് ട്രാൻസ്ക്രിപ്ഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? സി നോക്കിക്കേ, എൻഹാൻസ് സ്റ്റെബിലിറ്റി ആൻഡ് ട്രാൻസ്ലേഷൻ, സ്റ്റെബിലിറ്റിയും ട്രാൻസ്ലേഷനും എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഓപ്ഷൻ ഡി എൻകോഡ് പ്രോട്ടീൻസിനെ എൻകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഏതാണ് ഓപ്ഷൻ? പറഞ്ഞ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? ഫസ്റ്റ് ഓപ്ഷൻ തന്നേക്കുന്നത് റിമൂവ് ഇൻട്രോൺസ് അല്ലെ? ഇൻട്രോൺസിനെ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താ പറയാ? അതും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷനിൽ വരുന്നത് തന്നെയാണ്. എന്താ പറയാ അതിനെ? ഓർക്കുന്നുണ്ടോ ആ ഒരു പേര്? എന്താ? റിമൂവ് ഇൻട്രോൺസിനെ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന്റെ പേരെന്താ? സ്പ്ലൈസിങ് അല്ലെ? സ്പ്ലൈസിങ് ഓർക്കുന്നില്ലേ? നമുക്ക് എക്സോൺസ് മാത്രം മതി അല്ലെ? അപ്പൊ അത് ഇൻട്രോൺസ് എന്താ റിമൂവ് ചെയ്ത് കളയണം. അപ്പൊ അതിനെ നമ്മൾ സ്പ്ലൈസിങ് എന്ന് പറയും. ദെൻ രണ്ടാമത്തത് പ്രൊമോട്ട് ട്രാൻസ്ക്രിപ്ഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം mRNA ഫോം ചെയ്യുന്ന പ്രോസസ്സാണ്. ഇവിടെ mRNA ഫോം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 5' ക്യാപ്പും പോളി എ ടെയിലും ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇനി പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഇനി ട്രാൻസ്ക്രിപ്ഷൻ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അതും അല്ല. ഇനി ഓപ്ഷൻ ഡി ഒന്ന് നോക്കിക്കേ. എൻകോഡ് പ്രോട്ടീൻസിനെ എൻകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ 5' പോളി എ ടെയിലും 5' ക്യാപ്പും പോളി എ ടെയിലും ആഡ് ചെയ്യുന്നത്? നോ അല്ലെ? കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാ? ഓപ്ഷൻ സി ആണ് അല്ലെ? എൻഹാൻസ് സ്റ്റെബിലിറ്റി ആൻഡ് ട്രാൻസ്ലേഷൻ. ഇനി നമുക്കറിയാം യൂകാരിയോട്ടിക് mRNA ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ ആണ്. ട്രാൻസ്ക്രിപ്ഷൻ വഴിയാണ് നമ്മുടെ mRNA ഫോം ചെയ്തത് അല്ലെ? അടുത്ത പ്രോസസ്സ് എന്താ? mRNAയിൽ നിന്ന് ട്രാൻസ്ലേഷൻ ഉണ്ടാവണം, ട്രാൻസ്ലേഷൻ നടക്കണം. അത് മാത്രമല്ല സ്റ്റെബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ 5' ക്യാപ്പിങ്ങും പോളി എ ടെയിലും ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ 5' ക്യാപ്പിംഗ് നമുക്ക് അത് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. 5' ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എൻഹാൻസ് സ്റ്റെബിലിറ്റി ആൻഡ് ട്രാൻസ്ലേഷൻ ആണ്, ഓപ്ഷൻ സി ആണ്. അപ്പൊ 5' ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5' ക്യാപ്പിംഗ് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ പഠിച്ചത് തന്നെയാണ്. 5' ക്യാപ്പിംഗ് എന്താ? നമ്മുടെ mRNA ഫോം ചെയ്തതിന് ശേഷം 5' എൻഡും ഉണ്ട് 3' എൻഡും ഉണ്ട് അല്ലെ? 5' എൻഡിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യും? നമ്മൾ ഒരു സാധനത്തെ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ആളെ ആഡ് ചെയ്യുന്നുണ്ട്. ആരാ? 7-methyl guanosine ആഡ് ചെയ്യുന്നുണ്ട് അല്ലെ? 7-methyl guanosine ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ 5' ക്യാപ്പിൽ നടക്കുന്നത് 7-methyl guanosine ആഡ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്താ? 5' ക്യാപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി 3' എൻഡിൽ എന്താ ചെയ്യാ? പോളി എ ടെയിൽ അല്ലെ? ഒരു 250 റെസിഡ്യൂസ്, ഒരു 250ഓളം പോളി എ അഡിനോസിൻ റെസിഡ്യൂസിനെ നമ്മൾ ആ എൻഡിലേക്ക് ആഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഈ mRNAയുടെ ഈ എൻഡിലെയും mRNAയുടെ 3' എൻഡിലും എന്താ ഡൈജഷൻ ഒന്നും സംഭവിച്ചു പോകാതിരിക്കാൻ. കാരണം നമ്മുടെ mRNA അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. ഇനി ട്രാൻസ്ലേഷൻ നടക്കണമെങ്കിൽ ഇതിനെ എക്സ്പോർട്ട് ചെയ്ത് എങ്ങോട്ട് കൊണ്ടുവരണം? സൈറ്റോസോളിലേക്ക് കൊണ്ടുവരണം. ശരിയല്ലേ? സൈറ്റോസോളിൽ വന്നതിന് ശേഷമാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്.
സോ ട്രാൻസ്ലേഷൻ നടത്താൻ വേണ്ടി ന്യൂക്ലിയസിൽ നിന്ന് നമ്മുടെ mRNA സൈറ്റോസോളിലേക്ക് വരുമ്പോൾ അവിടെ പലതരത്തിലുള്ള എൻസൈംസ് പ്രസന്റ് ആണ് അല്ലെ, ഡൈജസ്റ്റീവ് എൻസൈംസ് പ്രസന്റ് ആണ്. അപ്പൊ അവരതിനെ ഡൈജസ്റ്റ് ചെയ്ത് കളയാനും നമുക്ക് കോഡ് ചെയ്യേണ്ട കുറച്ച് പോർഷൻസ് ചിലപ്പോൾ ഡൈജസ്റ്റ് ആയി പോവാനും ചാൻസ് ഉണ്ട്. അങ്ങനെ വരാതിരിക്കാൻ നമ്മുടെ mRNA സ്റ്റേബിൾ ആക്കാൻ അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 5' ക്യാപ്പിങ്ങും 3' പോളി എ ടെയിലിങ്ങും നമ്മൾ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഓപ്ഷൻ സി, എൻഹാൻസ് സ്റ്റെബിലിറ്റി ആൻഡ് ട്രാൻസ്ലേഷൻ. എന്ത് ചെയ്യുമ്പോഴാ? 5' ക്യാപ്പിങ്ങും പോളി എ ടെയിലും. ഓക്കെ അല്ലേ? ഈസി അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് RNA ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്? വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ എന്താ ചോദിച്ചേക്കുന്നേ? ഇതില് ഏത് RNA അല്ലെ, നോട്ട് എ ടൈപ്പ് ഓഫ് RNA ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീൻ സിന്തസിസിൽ ഇൻവോൾവ് അല്ലാത്ത RNA ഏതാണ് എന്നാണ് ചോദ്യം. വളരെ ഈസി ആണ്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ. ഓപ്ഷൻ ഡി, DNA അല്ലെ. ഓപ്ഷൻ എ mRNA, ഓപ്ഷൻ ബി tRNA, ഓപ്ഷൻ സി RNA. ഓപ്ഷൻ ഡി DNA ആണ് ഇതിന് ഈ പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യം ഇല്ലാത്ത RNA എന്ന് പറയുന്നത്. അപ്പൊ mRNA എന്തിനാ? നമ്മൾ ആദ്യം പറഞ്ഞ 3 ഓപ്ഷൻസും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാ അല്ലെ. ഏതൊക്കെയാ? ഓപ്ഷൻ എ mRNA വേണം, ഓപ്ഷൻ ബി tRNA വേണം, ഓപ്ഷൻ സി RNA നമുക്ക് പ്രോട്ടീൻ സിന്തസിസിന് വേണം. അപ്പൊ എന്തിനൊക്കെയാ? mRNA എന്ന് പറയുന്ന ആള് എന്താ? ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ആ ഒരു കോഡ് ചെയ്യേണ്ട സീക്വൻസ് ആണ് അല്ലെ. ശരിയല്ലേ? mRNA എന്ന് പറയുന്നത് കോഡിംഗ് സീക്വൻസ് ആണ്. tRNA എന്തിനാ? tRNA എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നേ? ഒന്ന് പറഞ്ഞു. tRNA എന്തിനാ പ്രോട്ടീൻ സിന്തസിസിന്? അമിനോ ആസിഡിനെ കൊണ്ടുവന്ന് എത്തിക്കുന്ന ആള് tRNA ആണ്. ശരിയല്ലേ? അമിനോ ആസിഡിനെ കൊണ്ടുവന്ന് ആ ഒരു പ്രോട്ടീൻ ചെയിനിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആളാരാ? tRNA ആണ്. ഇനി rRNA എന്തിനാ? rRNA എന്ന് പറയുന്നത് റൈബോസോമൽ RNA ആണ് അല്ലെ. റൈബോസോമൽ RNA, റൈബോസോമിന്റെ ആ ഒരു കോർ പാർട്ട് എന്ന് പറയുന്നത് തന്നെ rRNA ആണ്. റൈബോസോമിന്റെ ഉള്ളിലിരിക്കുന്ന അല്ലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് RNA നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ RNA റൈബോസോമിന്റെ അകത്ത് വേണം അല്ലെ. അങ്ങനെ എങ്കിൽ മാത്രമേ ഈ റൈബോസോം എന്താ ഒരു പ്രോട്ടീൻ മെഷീനറി ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. ശരിയല്ലേ? അപ്പൊ ഈ 3 കാര്യങ്ങൾ ആവശ്യമല്ലേ? mRNA ആവശ്യമാണ്, മെസ്സഞ്ചർ RNA ആവശ്യമാണ്, tRNA അമിനോ ആസിഡ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് tRNA ആവശ്യമാണ്, rRNA റൈബോസോമിന്റെ അകത്തിരിക്കുന്ന RNA ആണ് റൈബോസോമൽ RNA. ഇവര് 3 പേരും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? പ്രോട്ടീൻ സിന്തസിസ് നടക്കുള്ളൂ. അവിടെ DNA-ക്ക് ഇൻവോൾവ്മെന്റ് ഇല്ല. ഓക്കെ അല്ലേ? കറക്റ്റ് അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഇസ് ദ റോൾ ഓഫ് ടാറ്റ ബോക്സ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ? ട്രാൻസ്ക്രിപ്ഷനില് ടാറ്റ ബോക്സിന്റെ റോൾ എന്താണ്? എളുപ്പമല്ലേ? ടാറ്റ ബോക്സ് ഓർക്കുന്നുണ്ടോ? ഒന്ന് റീകളക്ട് ചെയ്തെടുത്തേ ടാറ്റ ബോക്സ് ഒക്കെ. ടാറ്റ ബോക്സ് എന്താ? ട്രാൻസ്ക്രിപ്ഷൻ അല്ലെ. ട്രാൻസ്ക്രിപ്ഷൻ എന്താ? DNA-യിൽ നിന്ന് mRNA ഉണ്ടാവുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ അല്ലെ. mRNA ഉണ്ടാവുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയാം. അപ്പോ ടാറ്റ ബോക്സ് എന്താ? നമുക്ക് ആ ഓപ്ഷൻസിലോട്ടൊന്ന് പോവാം. ഓപ്ഷൻ വായിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടും. ഓപ്ഷൻ എ എന്താ? ബൈൻഡിങ് സൈറ്റ് ഫോർ RNA പോളിമറേസ്. RNA പോളിമറേസിന് വന്ന് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ് ആണ്. RNA പോളിമറേസ് നമ്മൾ പഠിച്ചതാ അല്ലെ. DNA-യിൽ നിന്ന് mRNA ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താ എൻസൈം ആണ് RNA പോളിമറേസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ RNA പോളിമറേസ് ഇസ് എസെൻഷ്യൽ. RNA പോളിമറേസ് ആവശ്യമാണ്. ഓപ്ഷൻ ബി നോക്കിക്കേ. എൻഹാൻസിങ് ട്രാൻസ്ലേഷൻ എഫിഷ്യൻസി. എൻഹാൻസിങ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അടുത്ത വരുന്ന സ്റ്റെപ്പാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. പ്രോട്ടീൻ ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ അത് എൻഹാൻസ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി നോക്കിയേ. സ്പ്ലൈസിങ് ഓഫ് പ്രീ mRNA. സ്പ്ലൈസിങ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, കട്ട് ചെയ്ത് കളയുന്ന പ്രോസസ് അല്ലെ. സ്പ്ലൈസിങ്, റിമൂവൽ, അതാണോ? സ്പ്ലൈസിങ് ഓഫ് പ്രീ mRNA അതാണ് ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി നോക്കിയേ. സ്റ്റെബിലൈസിങ് mRNA. mRNA സ്റ്റെബിലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ടാറ്റ ബോക്സ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ. ആണോ? എന്താ വരിക? ഓപ്ഷൻ ഏതാ? കിട്ടിയോ? ഓപ്ഷൻ ആൻസർ പറയട്ടെ.
ആൻസർ എ ആണ് ബൈൻഡിങ് സൈറ്റ് ഫോർ RNA പോളിമറേസ് അല്ലേ. അപ്പൊ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഒന്ന് പെട്ടെന്നൊന്ന് വരച്ചു നോക്കി. ഈ ഒരു ഇതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പൊ അതിന്റെ ഉള്ളിൽ വരുന്നതായിരിക്കും ആ ഒരു ആൻസർ എന്ന് പറയാം. അപ്പൊ DNA-യിൽ നിന്ന് mRNA ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് RNA പോളിമറേസ്. ഇനി ടാറ്റ ബോക്സ് എന്താണ് അതൊന്ന് പറഞ്ഞേ. ടാറ്റ ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ DNA-യുടെ പ്രൊമോട്ടർ റീജിയൻ അറിയായിരിക്കുമല്ലോ. പ്രൊമോട്ടർ റീജിയനിൽ വരുന്ന ഒരു സീക്വൻസിനെയാണ് നമ്മൾ ടാറ്റ ബോക്സ് എന്ന് പറയാം. ഓക്കെ, പ്രൊമോട്ടർ റീജിയൻ നമുക്കറിയാം. പ്രൊമോട്ടർ റീജിയനിൽ നിന്നാണ് നമ്മുടെ ആ ഒരു കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അല്ലെങ്കിൽ RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്ത് ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് പ്രൊമോട്ടർ എന്ന് പറയാം. ആ പ്രൊമോട്ടർ റീജിയനിൽ വരുന്ന ഒരു സീക്വൻസ് ആണ് ടാറ്റ ബോക്സ്. പ്രൊമോട്ടർ റീജിയൻ എന്ന് പറയുമ്പോൾ ആരുടെ പ്രൊമോട്ടർ റീജിയൻ ആണ്? DNA-യുടെ പ്രൊമോട്ടർ റീജിയനിൽ വരുന്ന ഒരു സീക്വൻസ് ആണ് ടാറ്റ ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, എളുപ്പമല്ലേ? ഇനി യൂകാരിയോട്സിലാണ് നമ്മൾ എന്ത് പറയാ ടാറ്റ ബോക്സ് പറയാ കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കുക. യൂകാരിയോട്സിന്റെ DNA-യുടെ പ്രൊമോട്ടർ റീജിയനിലാണ് ടാറ്റ ബോക്സ് ഉള്ളത്. ഇനി പ്രോകാരിയോട്സിൽ സിമിലർ ആയിട്ട് ഒരു സീക്വൻസ് ഉണ്ട്. ഓർക്കുന്നുണ്ടോ? നമ്മൾ പഠിക്കുന്നതാ. ട്രാൻസ്ക്രിപ്ഷൻ പഠിക്കുമ്പോൾ പ്രോകാരിയോട്സില് ടാറ്റ ബോക്സിന് സിമിലർ ആയിട്ട് ഒരു പോർഷൻ ഉണ്ട്. അവിടെയാണ് നമ്മുടെ RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്യാന്ന് പറഞ്ഞ് പഠിക്കുന്നതാ. ഓർക്കുന്നുണ്ടോ? ടാറ്റ ബോക്സിന് പകരം എന്താ അവിടെ ഉള്ളേ? പ്രിപ്നൗ ബോക്സ് അല്ലേ. പ്രിപ്നൗ ബോക്സ് ഓർക്കുന്നുണ്ടോ? മറക്കരുത് കേട്ടോ, ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ടാറ്റ ബോക്സിനെ പറ്റിയും അല്ലെങ്കിൽ പ്രിപ്നൗ ബോക്സ് ഈ രണ്ട് പേരും തരുമ്പോൾ ഒന്ന് യൂകാരിയോട്ടിലാണ് അല്ലെങ്കിൽ മറ്റൊന്ന് പ്രിപ്നൗ ബോക്സ് എന്ന് പറയുന്നത് പ്രോകാരിയോട്സിലാണ് എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക. ഇത് പ്രൊമോട്ടർ റീജിയനിൽ വരുന്നതാണ്. അവിടെയാണ് RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്തതിനു ശേഷം ട്രാൻസ്ക്രിപ്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഈസി അല്ലേ? ഇനി മറക്കില്ലല്ലോ ടാറ്റ ബോക്സിനെ പറ്റിയും പ്രിപ്നൗ ബോക്സിനെ പറ്റിയൊന്നും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5th ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് പീനിയൽ ഗ്ലാൻഡ് ഇൻ മാമൽസ്? വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇതുപോലുള്ള ഗ്ലാൻസിന്റെ ഫംഗ്ഷൻ. ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്ന, മിക്ക എക്സാമിനും ചോദിക്കുന്ന കാര്യങ്ങളാണ് ഈ ഗ്ലാൻസിന്റെ ഫംഗ്ഷനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് എന്നെ പഠിക്കുക. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് പീനിയൽ ഗ്ലാൻഡ് ഇൻ മാമൽസ്? പീനിയൽ ഗ്ലാൻഡ് ഓർക്കുന്നുണ്ടോ? ഒന്ന് റീകളക്ട് ചെയ്ത് എവിടെയായിരിക്കുന്നേ, എന്താ ഫംഗ്ഷൻ എന്നുള്ളത്. ഓപ്ഷൻസിലേക്ക് പോവാം. ഓപ്ഷൻ എ റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഷുഗർ ലെവൽ. ഓപ്ഷൻ ബി പ്രൊഡക്ഷൻ ഓഫ് അഡ്രിനാലിൻ. ഓപ്ഷൻ സി റെഗുലേഷൻ ഓഫ് സ്ലീപ്പ് വേക്ക് സൈക്കിൾസ്. ഓപ്ഷൻ ഡി കൺട്രോൾ ഓഫ് വോളണ്ടറി ആക്ഷൻസ്. ഓർത്തോ ഏതായിരിക്കും? ആൻസറിലേക്ക് പോവാം. ആൻസറിലേക്ക് പോയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻസർ ഏതാ? ഓപ്ഷൻ സി റെഗുലേഷൻ ഓഫ് സ്ലീപ്പ് വേക്ക് സൈക്കിൾ അല്ലെ. നമ്മുടെ ബോഡിയിലെ സർക്കേഡിയൻ റിതം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ പീനിയൽ ഗ്ലാൻഡിന്റെ ലൊക്കേഷൻ എവിടെയാ? ലൊക്കേഷൻ കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. നമ്മുടെ ബ്രെയിനിന്റെ കറക്റ്റ് മിഡിൽ പോർഷനിലാണ് ആരിയ്ക്കുന്നത്? പീനിയൽ ഗ്ലാൻഡ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ എന്തു പറയുന്നുണ്ട്? തേർഡ് ഐ എന്നും പറയുന്നുണ്ട്. തേർഡ് ഐ. നമ്മുടെ ബോഡിയിലെ തേർഡ് ഐ ഏതാണെന്ന് ചോദിച്ചാൽ അത് പീനിയൽ ഗ്ലാൻഡ് ആണ് കേട്ടോ. വൈ? ഒന്ന്, അതിന്റെ ബ്രെയിനിന്റെ കറക്റ്റ് സെന്റർ പോർഷനിലാണ് നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ബോഡിക്ക് പുറത്ത് നടക്കുന്ന ലൈറ്റിന്റെ പ്രസൻസ് നമുക്ക് രാവിലെ ആവുന്നുണ്ടോ രാത്രിയാണോ എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് പീനിയൽ ഗ്ലാൻഡിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ സർക്കേഡിയൻ റിതം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പീനിയൽ ഗ്ലാൻഡിനെ തേർഡ് ഐ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് കാരണങ്ങളാണ് ഞാൻ നോക്കിയിട്ട് കണ്ടത്. ഒന്ന് നമ്മുടെ ബ്രെയിനിന്റെ കറക്റ്റ് സെന്റർ പോർഷനിലാണ് നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് പുറത്ത് നടക്കുന്ന ആ ഒരു മോർണിംഗ് നൈറ്റ് ഷിഫ്റ്റ് അല്ലെ, ഒരു സർക്കേഡിയൻ റിതം മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നത് ആ ഒരു ലൈറ്റിന്റെ ലൈറ്റ് ഉള്ളതും ലൈറ്റ് ഇല്ലാത്തതുമായിട്ടുള്ള ആ ഒരു പ്രസൻസ് ആൻഡ് ആബ്സെൻസ് മനസ്സിലാക്കിയിട്ടാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടും കൂടിയാണ്, ആ ഒരു തിരിച്ചറിവ് ഉള്ളതും കൂടി കൊണ്ടാണ് നമ്മൾ പീനിയൽ ഗ്ലാൻഡിനെ തേർഡ് ഐ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ?
ഇനി ബാക്കി ഓപ്ഷൻസ് കൂടെ ഒന്ന് നോക്കിക്കേ. റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഷുഗർ ലെവൽ. ബ്ലഡ് ഷുഗർ ലെവൽ അല്ല റെഗുലേറ്റ് ചെയ്യുന്നത് ഏത് ഗ്ലാൻഡാ? ഓർത്തോക്കേ. നമുക്കറിയാം ബ്ലഡ് ഷുഗർ ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബോഡിയിൽ ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺസ് ആണ് അല്ലെ. അവരാരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പാൻക്രിയാസ്. ശരിയല്ലേ? പാൻക്രിയാസ് അല്ലേ? അടുത്ത് നോക്കിയേ, പ്രൊഡക്ഷൻ ഓഫ് അഡ്രിനാലിൻ. അഡ്രിനാലിൻ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നേ? ആരാ? ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് ഹോർമോൺസ് അല്ലേ? അഡ്രിനാലിൻ ഓർ അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഡ്രിനൽ ഗ്ലാൻഡ് അല്ലേ? അഡ്രിനൽ ഗ്ലാൻഡ് നമ്മുടെ കിഡ്നിയുടെ മുകളിൽ ഇരിക്കുന്ന അഡ്രിനൽ ഗ്ലാൻഡ്. ദെൻ റെഗുലേഷൻ ഓഫ് സ്ലീപ്പ് വേക്ക് സൈക്കിൾ ആരാ? പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡ്. അടുത്ത ഡി, കൺട്രോൾ ഓഫ് വോളണ്ടറി ആക്ഷൻ. കൺട്രോൾ ഓഫ് വോളണ്ടറി ആക്ഷൻ ആരാ? നമ്മുടെ ബ്രെയിൻ അല്ലേ? ബ്രെയിനില് സെറിബ്രം. സെറിബ്രം ആണ് കൺട്രോൾ ഓഫ് വോളണ്ടറി ആക്ഷൻസ്. അത് പഠിച്ചിട്ടുള്ളതല്ലേ? അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഗ്ലാൻഡ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പീനിയൽ ഗ്ലാൻഡിനെ കുറിച്ച് മനസ്സിലായല്ലോ അല്ലെ? വേറൊന്നും അധികമായിട്ട് പറയാനായിട്ടില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പീനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാ? പീനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാ? ഓർക്കുന്നുണ്ടോ? പീനിയൽ ഗ്ലാൻഡ് ഈ സർക്കേഡിയൻ റിതം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, പീനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാ? മെലാറ്റോണിൻ അല്ലേ? മെലാറ്റോണിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് സർക്കേഡിയൻ റിതത്തിനനുസരിച്ച് നമ്മൾ ഉണരുകയും ഉറങ്ങുകയും ഫുഡ് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത നോക്കിയേ. 6th ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് എൻസൈം ഈസ് റെസ്പോൺസിബിൾ ഫോർ ആഡിങ് ന്യൂക്ലിയോടൈഡ്സ് ടു ദ ഗ്രോയിങ് RNA ചെയിൻ ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ? ട്രാൻസ്ക്രിപ്ഷന്റെ സമയത്ത് നമ്മൾ പഠിച്ചതാ. ട്രാൻസ്ക്രിപ്ഷന്റെ സമയത്ത് ഗ്രോയിങ് RNA ചെയിനിലേക്ക് ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? വളരെ ഈസി ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ ഓപ്ഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. ആരായിരിക്കും? പറഞ്ഞ ട്രാൻസ്ക്രിപ്ഷൻ ആണ്, റെപ്ലിക്കേഷൻ അല്ല. റെപ്ലിക്കേഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് DNA പോളിമറൈസ് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ ആണല്ലേ. അപ്പൊ ആൻസർ ഏതാ? ഓഫ്കോഴ്സ് RNA പോളിമറൈസ് അല്ലേ? എളുപ്പമല്ലേ? ബാക്കി രണ്ട് പേരുടെയും കാര്യം നമുക്കറിയാം. ഹെലിക്കേസ് എന്ന് പറയുന്നത് അൺവൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. DNA ലിഗേസ് എന്ന് പറയുന്നത് ജോയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. ഓക്കെ അല്ലേ? മനസ്സിലായോ? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഇത് ഈസി ആയിരിക്കും. അടുത്തതിലേക്ക് പോവാം. What is the role of RNA interference in gene regulation? What is the role of RNA interference in gene regulation? നോക്കിയേ, എന്താണ് RNA interference? പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താ RNA interference എന്ന് പറയുന്നത്? And what is its role? What is the role of RNA interference in gene regulation? Option A നോക്കിയേ, protein synthesis. B, gene silencing. C, DNA replication. D, transcription. ഏതായിരിക്കും? ഓപ്ഷൻ ബി, ജീൻ സൈലൻസിങ് അല്ലെ? എന്തുകൊണ്ടാ? വൈ? വാട്ട് ഡു യു മീൻ ബൈ RNA ഇന്റർഫറൻസ്? ആ പേര് കേൾക്കുമ്പോ തന്നെ അറിയാം അല്ലെ, എന്തിനോ ഇന്റർഫിയർ ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാല് റെഗുലേഷൻ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ബൈ ബൈൻഡിങ് ഡബിൾ സ്ട്രാൻഡഡ് RNA. ഡബിൾ സ്ട്രാൻഡഡ് RNA വന്നിട്ട്, ഒരു സ്മോൾ പീസ് ഓഫ് ഡബിൾ സ്ട്രാൻഡഡ് RNA വന്നിട്ട് ഒരു നമ്മുടെ മാസ്ക് ചെയ്യേണ്ട, സൈലന്റ് ആക്കേണ്ട ഒരു mRNA പോർഷനിലേക്ക് ബൈൻഡ് ചെയ്യുന്നു. mRNAയുടെ ഇപ്പൊ നോക്കിയേ, ഇതൊരു mRNA ആണെന്ന് വിചാരിക്കുക. നമുക്ക് ഇവിടത്തെ ആളെ വേണ്ട, ഇവിടെ കോഡ് ചെയ്യണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNA വന്ന് ഇവിടെ ബൈൻഡ് ചെയ്തിരിക്കും. അതിനെയാണ് നമ്മൾ RNA ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. അത് യൂക്കാരിയോട്സിൽ നോർമലി കാണുന്ന ജീൻ സൈലൻസിങ് പ്രോസസ് ആണ്. ഓക്കെ അല്ലേ? ഈ ഒരു RNA ഇന്റർഫറൻസ് എന്ന് പറയുന്നത് ക്യാൻസർ തെറാപ്പിക്കും അതുപോലെ ബയോടെക്നോളജിയിലും അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയിലും ഒക്കെ ഒരുപാട് ആപ്ലിക്കേഷൻ ലെവൽ ഉള്ള ആൾക്കാരാണ്. ആപ്ലിക്കേഷൻ ലെവലില് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് RNA ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ ബോഡിയിൽ നോർമലായിട്ടും യൂക്കാരിയോട്സിന്റെ ബോഡിയിൽ ജീൻ സൈലന്റ് ആക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സുമാണ് RNA ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈസി അല്ലേ? അപ്പൊ ജീൻ റെഗുലേഷന് വാട്ട് ഇസ് ദ റോൾ ഓഫ് RNA ഇന്റർഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ജീൻ സൈലൻസിങ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 8th ക്വസ്റ്റ്യൻ. What is the function of lac operon in bacterial gene regulation?
എന്താ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ലാക്ക് ഓപ്രോൺ ഇൻ ബാക്ടീരിയൽ ജീൻ റെഗുലേഷൻ? വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഒരു പോർഷൻ. ലാക്ക് ഓപ്രോണിൽ നിന്ന് അല്ലെങ്കിൽ ഓപ്രോൺസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് ഇല്ലേ, ട്രിപ്പോപ്രോൺ, ലാക്ക് ഓപ്രോൺ, അതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് ലാക്ക് ഓപ്രോൺ ആണ്. അപ്പൊ ബാക്ടീരിയൽ ജീൻ റെഗുലേഷനിൽ ലാക്ക് ഓപ്രോൺ എന്തിനാണ് എന്നാണ് ചോദ്യം. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. എന്താ? ഓപ്ഷൻ എ ട്രാൻസ്ക്രിപ്ഷൻ ഇനിഷ്യേഷൻ സൈറ്റ്, then B ribosome binding site, C RNA processing, D regulating lactose metabolism. അപ്പൊ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, റെഗുലേറ്റിംഗ് ലാക്ടോസ് മെറ്റബോളിസം അല്ലെ, ലാക്ടോസ് മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലാക്ക് ഓപ്രോൺ വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ലാക്ക് ഓപ്രോണിന്റെ വർക്കിംഗ് മെക്കാനിസം ആണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കത് ജസ്റ്റ് റഫ് ആയിട്ടൊന്ന് നോക്കി പോവാം. ഓക്കെ, അപ്പൊ ലാക്ക് ഓപ്രോൺ ഒന്ന് നോക്കിയേ. വാട്ട് യു മീൻ ബൈ ഓപ്രോൺ? സ്വന്തമായിട്ട് പ്രൊമോട്ടറും ടെർമിനേറ്റർ റീജിയനും ഓപ്പറേറ്ററും ഒക്കെ ഉള്ള, സ്വന്തമായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ജീൻസിനെയാണ് നമ്മൾ ലാക്ക് ഓപ്രോൺ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ നോക്കി, ഇതാണ് ലാക്ക് ഓപ്രോൺ എന്ന് വിചാരിക്കുക കേട്ടോ. ലാക്ക് ഓപ്രോണില് 2 പ്രൊമോട്ടർ റീജിയൻ ഉണ്ട് അല്ലെ, PIPO. അപ്പൊ അങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ, പിപ്പോ അങ്ങനെ ഓർത്ത് വയ്ക്കുക സിമ്പിൾ ആയിട്ട്. 2 പ്രൊമോട്ടർ ഉണ്ട്, P ഉണ്ട്, ഇവിടെ ഒരു P ഉണ്ട്, ഇവിടെ ഒരു ഓപ്പറേറ്റർ ഉണ്ട്, ഇവിടെ ഒരു I ജീൻ ഉണ്ട്. ദെൻ ഇനിയാണ് നമ്മുടെ ആര് വരുന്നത്? 3 സ്ട്രക്ചറൽ ജീൻസ് വരുന്നത് അല്ലേ, 3 സ്ട്രക്ചറൽ ജീൻസ്. അല്ല, ഇവര് 3 പേരുമാണ് സ്ട്രക്ചറൽ ജീൻസ്. സ്ട്രക്ചറൽ ജീൻസ്. സ്ട്രക്ചറൽ ജീൻസ് അവിടെ ഇരിക്കട്ടെ. ആദ്യം നമ്മൾ പിപ്പോ എഴുതി അല്ലെ, പിപ്പോ എഴുതി, ഇത് ഇത്രയും പിപ്പോ. അത് കഴിഞ്ഞതിന് ശേഷം വരുന്നത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതുക ഐസ്. ആ പേര് മാറിപ്പോരുത് കേട്ടെ, ഐസ്, AYZ. ഇനി മറക്കൂലല്ലോ, ആ കോഡൊന്ന് ഓർത്തേക്ക് കേട്ടോ. ഇവിടെ പിപ്പോയും ഇവിടെ ഐസും. ഐസ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടല്ല, റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ടാണ് കേട്ടോ. AYZ. എയും വൈയും ഇസഡും ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതിന്റെ ഓർഡർ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, AYZ. ഇനി ഓരോന്ന് എന്തിനൊക്കെയാ കോഡ് ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞേ. ഇസഡ് എന്തിനാ കോഡ് ചെയ്യുന്നേ? ബീറ്റ ഗാലക്ടോസിഡേസ് അല്ലേ, ബീറ്റ ഗാലക്ടോസിഡേസ്. അടുത്ത വൈ എന്തിനാ കോഡ് ചെയ്യുന്നേ? പെർമിയേസ് അല്ലേ, പെർമിയേസ്. അടുത്ത എ എന്തിനാ കോഡ് ചെയ്യുന്നേ? എന്തിനായിരുന്നു? ട്രാൻസ് അസറ്റൈലേസ് അല്ലേ, ട്രാൻസ് അസറ്റൈലേസ്. നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ശരി, ഇനി എന്താ അതിന്റെ വർക്കിംഗ് മെക്കാനിസം? നമ്മുടെ ഈ I ജീനിൽ നിന്ന് ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നേ? റെപ്രസർ mRNA. മനസ്സിലാവുന്നുണ്ടോ ഞാൻ എഴുതുന്നത്? റെപ്രസർ mRNA. യിൽ നിന്ന് ട്രാൻസ്ലേഷൻ വഴി റെപ്രസർ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. ഇതല്ലേ സംഭവം? റെപ്രസർ പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് നമ്മുടെ റെപ്രസർ എന്ന് വിചാരിക്കുക. മനസ്സിലാവുന്നുണ്ടോ ഞാൻ എഴുതുന്നത്? അപ്പൊ നമ്മുടെ ഇൻഡ്യൂസർ ഇല്ലാത്ത സമയത്ത്, അതായത് ഇൻഡ്യൂസർ ആരാ? നമ്മുടെ ഇൻഡ്യൂസർ ആരാ? ലാക്ടോസ് അല്ലെ, ലാക്ടോസ് അല്ലെങ്കിൽ അല്ലോ ലാക്ടോസ് ആണ് നമ്മുടെ ഇൻഡ്യൂസർ എന്ന് പറയാം അല്ലെ. അപ്പൊ ഈ ഇൻഡ്യൂസർ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ, നമ്മൾ ഫുഡിലൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഈ അല്ലോ ലാക്ടോസ് അല്ലെങ്കിൽ ലാക്ടോസ് നേരെ വന്ന് നമ്മുടെ ഈ റിപ്രസറിൽ ബൈൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഇവിടെ റിപ്രസറിൽ നമ്മുടെ അല്ലോ ലാക്ടോസ് ബൈൻഡ് ചെയ്തിരിക്കുകയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ലാക്ടോസ്, ഇതാണ് ലാക്ടോസ് കേട്ടോ, ബൈൻഡ് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പൊ ഈ റിപ്രസറിന് നമ്മുടെ ഓപ്പറേറ്ററിൽ പോയി ബൈൻഡ് ചെയ്തിരിക്കാനായിട്ട് സാധിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ ആ ഒരു മെക്കാനിസം? ഒന്നുകൂടെ പറയാം. നമ്മുടെ ലാക്ടോസ് ഇവിടെ ഇല്ല, ഇൻഡ്യൂസർ വന്നിട്ടില്ല എന്ന് വിചാരിക്കുക കേട്ടോ. ഇൻഡ്യൂസർ ഇവിടെ വന്നിട്ടില്ല. ഇൻഡ്യൂസർ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഈ റിപ്രസർ ഈ റിപ്രസർ നേരെ പോയി നമ്മുടെ ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്തിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്തിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ സ്ട്രക്ചറൽ ജീൻസിന്റെ
ഈ പ്രൊമോട്ടറിലേക്ക് പോളിമറൈസ് വന്നിരുന്നിട്ടല്ലേ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് അല്ലേ? അല്ലെങ്കിൽ എന്താ ബാക്കി ട്രാൻസ്ലേഷൻ ഒക്കെ നടക്കുന്നത്, ഒരു കോഡിംഗ് നടക്കുന്നത്. അപ്പോ ഈ റിപ്രസർ വന്ന് ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞാല് ഇങ്ങോട്ടുള്ളത് നടക്കില്ല, ശരിയല്ലേ? ഇങ്ങോട്ട് കോഡിംഗ് നടക്കില്ല. അപ്പൊ ഈ സ്ട്രക്ചറൽ ജീൻസ് ഒരിക്കലും ട്രാൻസ്ക്രൈബ് ചെയ്യില്ല, ശരിയല്ലേ? ഇവിടെ സ്റ്റോപ്പായി. അപ്പൊ ലാക്ടോസും അലോ ലാക്ടോസും ഇല്ലാത്ത സമയത്ത് നമുക്ക് ബീറ്റ ഗാലക്ടോസിഡേസും പെർമിയേസും ട്രാൻസ് അസറ്റൈലേസും കിട്ടില്ല, വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഓക്കെ അല്ലേ? കാരണം അതിന്റെ മെറ്റബോളിസം നടത്തേണ്ട ആൾക്കാരാണ് ഇവര് 3 പേരും. മെറ്റബോളിസത്തിന്റെ ആവശ്യമില്ല. ഇനി ഇൻഡ്യൂസർ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അലോ ലാക്ടോസും ലാക്ടോസും വന്ന് റിപ്രസറിൽ ബൈൻഡ് ചെയ്തിരിക്കും. ഈ റിപ്രസറിന് നമ്മുടെ ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്തിരിക്കാൻ സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? പ്രൊമോട്ടർ റീജിയനിൽ വന്ന് പോളിമറൈസ് ബൈൻഡ് ചെയ്യുകയും സ്ട്രക്ചറൽ ജീൻസിന്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയും ചെയ്യും. ഈസി അല്ലേ? എളുപ്പമല്ലേ സംഭവം? ഓക്കെ ആണോ പറഞ്ഞത്? വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ലാക്ക് ഓപ്പറോണിന്റെ പോർഷൻ. അപ്പോ ഇൻഡ്യൂസർ ഉണ്ടെങ്കിൽ റിപ്രസറിൽ ബൈൻഡ് ചെയ്തിരിക്കുകയും റിപ്രസർ പോയി ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യാൻ സാധിക്കാതിരിക്കുകയും ചെയ്യും. അപ്പൊ സ്ട്രക്ചറൽ ജീൻസിന്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. ബീറ്റ ഗാലക്ടോസിഡേസും പെർമിയേസും ട്രാൻസ് അസറ്റൈലേസും ഉണ്ടായിക്കഴിഞ്ഞാൽ ലാക്ടോസിന്റെ മെറ്റബോളിസം നടക്കും. ഇനി ലാക്ടോസും അലോ ലാക്ടോസും ഇൻഡ്യൂസേഴ്സ്, അവരാണ് ഇൻഡ്യൂസേഴ്സ് അല്ലെ? അവര് ബോഡിയിൽ ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? റിപ്രസറിൽ പോയി ബൈൻഡ് ചെയ്യാൻ അവരില്ല. അപ്പൊ റിപ്രസർ ഫ്രീ ആണ്. റിപ്രസർ നേരെ പോയി ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യും. ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രക്ചറൽ ജീൻസ് ഓഫ് ആവും അല്ലെ? ജീൻ ഓഫ് ആയി കഴിഞ്ഞാൽ ഇവർ 3 പേരും ബീറ്റ ഗാലക്ടോസിഡേസും പെർമിയേസും ട്രാൻസ് അസറ്റൈലേസും ഉണ്ടാവില്ല. അപ്പം എന്താ? ലാക്ടോസിന്റെ മെറ്റബോളിസം അവിടെ നടക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ലാക്ക് ഓപ്പറോൺ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ലാക്ക് ഓപ്പറോൺ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കുക. വരച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ അങ്ങ് മാറും. വരയ്ക്കുമ്പോൾ ഈ പിയും ഐയും പിയും ഓയും ഇസഡും ഒന്നും തിരിഞ്ഞു പോകാതിരിക്കാൻ ഒരു കോഡ് ഞാൻ പറഞ്ഞു തന്നു. ആദ്യത്തേത് പിപ്പോ, PIPO. പിയും പ്രൊമോട്ടർ, O ഓപ്പറേറ്റർ, ഐയിലാണ് നമ്മുടെ റിപ്രസർ mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഐ ജീനില്. ഇനി സ്ട്രക്ചറൽ ജീൻസ് 3 ഉണ്ട് അല്ലെ? അതില് റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതുക ഐസ്, AYZ. നമ്മുടെ നോർമൽ ICE ഐസിന്റെ സ്പെല്ലിംഗ് അല്ല. അത് നമുക്ക് എയും ഇസഡും വൈയും ഉണ്ടെന്ന് അറിയാലോ. അപ്പൊ അതിന്റെ ഓർഡർ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് AYZ ഐസ്. റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് എഴുതാം. ഇസഡ് ബീറ്റ ഗാലക്ടോസിഡേസ്, Y പെർമിയേസ്, A ട്രാൻസ് അസറ്റൈലേസ്. ഓക്കെ അല്ലേ? ഇത്ര എളുപ്പമല്ലേ? ഇത് നമുക്ക് ഇതിന്റെയൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യും. ഇപ്പൊ തൽക്കാലം ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേ? അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. അപ്പൊ നമുക്കറിയാം ഓപ്ഷൻ ഡി റെഗുലേറ്റിംഗ് ലാക്ടോസ് മെറ്റബോളിസം ആണ് ഇതിന്റെ ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ്സസ് ഇൻക്രീസസ് ജനറ്റിക് ഡൈവേഴ്സിറ്റി ഡ്യൂറിംഗ് മിയോസിസ്? മിയോസിസിന്റെ സമയത്ത് ജനറ്റിക് ഡൈവേഴ്സിറ്റി ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ് ഇതിൽ ഏതാണ്? സിമ്പിൾ ആണ്. ഓപ്ഷൻ എ DNA റെപ്ലിക്കേഷൻ, ഓപ്ഷൻ ബി ക്രോസിംഗ് ഓവർ, ഓപ്ഷൻ സി ട്രാൻസ്ക്രിപ്ഷൻ, ഓപ്ഷൻ ഡി ട്രാൻസ്ലേഷൻ. ഏതാണ്? ഓഫ് കോഴ്സ് ഓപ്ഷൻ ബി ക്രോസിംഗ് ഓവർ അല്ലെ? DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് DNAയുടെ കോപ്പി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള പ്രോസസ്സാണ്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് DNAയിൽ നിന്ന് mRNA മെസ്സഞ്ചർ RNA ഉണ്ടാക്കിയെടുക്കുക ഫോർ ട്രാൻസ്ലേഷൻ അല്ലെ? അടുത്ത പ്രോസസ്സിലേക്ക് അവർ പോകുന്നുണ്ട്. ട്രാൻസ്ലേഷൻ എന്താ? mRNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഇതിലൊന്നും ജനറ്റിക് ഡൈവേഴ്സിറ്റി ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ് അല്ല ഇവരൊന്നും അല്ലെ? അപ്പൊ അത് ഏതിലാണ് നടക്കുന്നത്? ക്രോസിംഗ് ഓവറിലാണ് നടക്കുന്നത്. ഇനി ക്രോസിംഗ് ഓവർ എന്താ? വാട്ട് യു മീൻ ബൈ ക്രോസിംഗ് ഓവർ? നമ്മൾ പഠിച്ചതാണ്, മിയോസിസിന്റെ പല ഘട്ടങ്ങൾ പഠിച്ചതാണ് അല്ലെ? മിയോസിസിൽ തന്നെ എന്താ? മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട് അല്ലെ? ജസ്റ്റ് അത്രയും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയ ഞാൻ പറയാം. മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. അപ്പൊ മിയോസിസ് 1ലും 2ലും ഒക്കെ ആയിട്ട് കുറച്ച് പേരുണ്ട്. ആരൊക്കെയാ? പ്രോഫേസ് ഉണ്ട്, പറഞ്ഞേ. മെറ്റാഫേസ് ഉണ്ട്, അനാഫേസ്, ടീലോഫേസ് അല്ലെ? ഇനി പ്രോഫേസ് ഇത് തന്നെ മിയോസിസ് 2ലും ഉണ്ട് അല്ലെ? മിയോസിസ് 2ലും പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടീലോഫേസ് 2 നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 1ന്റെ കാര്യം പറഞ്ഞേ. ഇനി പ്രോഫേസിൽ തന്നെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് അല്ലെ? ആരൊക്കെയാ ഉള്ള? ലെപ്റ്റോട്ടീൻ,
സൈഗോട്ടീൻ അല്ലെ, പാക്കറ്റീൻ അല്ലെ, ഡിപ്ലോട്ടീൻ, അങ്ങനെ കുറച്ച് ആൾക്കാരും പ്രോഫേസിലുണ്ട്, പ്രോഫേസിൽ സ്റ്റെപ്പുകളുണ്ട്. അപ്പൊ അതിൽ ഏതിലാണ് നടക്കുന്നത് അതൊന്ന് ഓർത്തേ. ക്രോസിംഗ് ഓവർ നടക്കുന്നത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാല് പ്രോഫേസ് 1 പാക്കറ്റീൻ അല്ലെ, പാക്കറ്റീനിലാണ്. ഓക്കെ, നിങ്ങൾക്ക് അത് കാര്യം മനസ്സിലായല്ലോ അല്ലെ. പാക്കറ്റീനിലാണ് നമ്മുടെ ക്രോസിംഗ് ഓവർ നടക്കുക. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. പാക്കറ്റീനിലാണ് നമ്മുടെ ക്രോസിംഗ് ഓവർ എക്സാക്ട് നടക്കുന്നത്. അതുപോലെ തന്നെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ് ക്രോസിംഗ് ഓവറിൽ. ഹോമലോഗസ് ആയിട്ടുള്ള നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ് ക്രോസിംഗ് ഓവർ നടത്തുക. അറിയായിരിക്കുമല്ലോ അല്ലേ നിങ്ങൾക്ക്. ഹോമലോഗസ് ക്രോമസോംസ് ആണ് എപ്പോഴും എന്താ പെയർ ചെയ്ത് അടുത്തടുത്തേക്ക് വരിക മെറ്റാഫേസിൽ അല്ലെ. അവരില് നമ്മുടെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അല്ലെ, ഇതാണ് നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് പറയുന്നത്. ഇവര് തമ്മിലാണ് ക്രോസിംഗ് ഓവർ നടക്കുക. ക്രോസിംഗ് ഓവറിൽ തന്നെ ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ട് അല്ലെ. ഇപ്പൊ സിനാപ്റ്റോ നീമൽ കോംപ്ലക്സ് ഒക്കെ ഉണ്ടാവുന്ന പ്രോസസ്സുകളുണ്ട്. അപ്പൊ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ജസ്റ്റ് ക്രോസിംഗ് ഓവർ എന്താണെന്ന്, അത് ഏത് ഫേസിലാണെന്നും അത് ഏത് ഫേസിൽ ഏത് സ്റ്റെപ്പിലാണ് നടക്കുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. പാക്കറ്റീനിലാണ് പ്രോഫേസ് 1 ഇത് നടക്കുന്നത്. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ. ഇനി ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രോകാരിയോട്ടിക് DNA റെപ്ലിക്കേഷൻ? വളരെ ഈസിയാണ്. പ്രോകാരിയോട്ടിക് DNA റെപ്ലിക്കേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതിൽ കറക്റ്റ് ആയിട്ട് ഏതാണ്? DNA റെപ്ലിക്കേഷൻ ഒക്കേഴ്സ് ഇൻ ദ ന്യൂക്ലിയസ് ആണോ? ന്യൂക്ലിയസ് ഉണ്ടോ അവർക്ക്? പ്രോപ്പർ ആയിട്ടുള്ള ന്യൂക്ലിയസ് അവർക്ക് ഇല്ല. ദെൻ റെപ്ലിക്കേഷൻ ഇസ് ബൈ ഡയറക്ഷണൽ, അത് ശരിയാണ് അല്ലെ. ദെൻ സി നോക്കിയേ, മൾട്ടിപ്പിൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. മൾട്ടിപ്പിൾ ഒറിജിൻ വരുന്നത് എപ്പോഴും യൂകാരിയോട്സിലാണ്, പ്രോകാരിയോട്സിലല്ല. പ്രസൻസ് ഓഫ് ഹിസ്റ്റോൺ പ്രസന്റ് ആയിട്ടുള്ളത് ആർക്കാ? പ്രോകാരിയോട്സിനല്ല, യൂകാരിയോട്സിനാണ്. അപ്പൊ ഏതാ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? റെപ്ലിക്കേഷൻ ഇസ് ബൈ ഡയറക്ഷണൽ. കറക്റ്റ് അല്ലേ? അതല്ലേ കറക്റ്റ്. ബാക്കി മൂന്നും കറക്റ്റ് അല്ലല്ലോ, അങ്ങനെ ഒന്ന് നോക്കണം കേട്ടോ. നമുക്ക് ബൈ ഡയറക്ഷണൽ എന്ന് പറയുമ്പോൾ യൂകാരിയോട്സിലും ബൈ ഡയറക്ഷണൽ റെപ്ലിക്കേഷൻ തന്നെയാണ്. പക്ഷെ എന്താ നമ്മൾ നോക്കേണ്ടത്? അപ്പൊ അത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ബാക്കി ഓപ്ഷൻസ് ഒന്ന് വായിക്കുക. ബാക്കി ഓപ്ഷൻസ് ഒരിക്കലും പ്രോകാരിയോട്സിൽ വരുന്നതല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ബി റെപ്ലിക്കേഷൻ ഇൻ ബൈ ഡയറക്ഷൻ, റെപ്ലിക്കേഷൻ ഇസ് ബൈ ഡയറക്ഷനിൽ നിന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. എപ്പോഴും നമ്മൾ MCQ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ ഫാക്ട്, അതിന്റെ പിന്നിലുള്ള ഫാക്ട് അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി പോവാ. ചിലപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയും സിമ്പിൾ ആയിരിക്കണം എന്നില്ല. കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോഴും അതിന്റെ പിന്നിലുള്ള ഫാക്ട് അല്ലെങ്കിൽ എന്താണ് അതിന്റെ കോൺസെപ്റ്റ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ഈ ഒരു സെഷൻ, ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു PYQ സെഷനുമായിട്ട് നമുക്ക് അടുത്ത ഒരു സെഷനിൽ കാണാം. താങ്ക് യു സോ മച്ച്.